ഇവിടുത്തെ അന്തേവാസികൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ മാനസികമായി നല്ലൊരു അന്തരീക്ഷത്തിൽ കഴിയാൻ അനുവദിക്കുക എന്നതാണ്. അതുപോലും തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്ത നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ ഒരിക്കലും യോഗ്യനല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി മിസ്റ്റർ ഗിരിധരൻ നമ്പ്യാർ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. ഈ സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്നേ ഞങ്ങൾക്കറിയാം. അത് ഇന്നിന്നലെന്ന് ചെയ്യാൻ തുടങ്ങിയതല്ല. എന്നാലേ ഇനി നിങ്ങൾ ഇത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയും. അത് നിങ്ങൾക്ക് കാണണോ മിസ്റ്റർ സുദേവൻ? വിതിൻ 24 hours ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഐ വാണ്ട് മൈ ഫോൺ. ആരാ മോളെ? ഗിരിയ. എടുക്ക. ഹലോ ഗിരി. സുമി, ഈ ഒരു വിളിക്ക് വേണ്ടി ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കാന്നറിയോ? എന്റെ ഫോണേ ഇവരിവിടെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതാ വിളിക്കാൻ പറ്റാതെ പോയത്. സുമി എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ ഇവര് പറയുമായിരുന്നു. സുമി അത് ചെയ്തില്ലല്ലോ. എനിക്ക് മടുത്തു സുമി. സുമി വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോവോ? ഗിരിയുടെ അവിടെ നിന്ന് ഇങ്ങനെയൊന്ന് കേൾക്കാനായിട്ട് ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കാന്നറിയാവോ? ഗിരി വിഷമിക്കണ്ട. നാളെ തന്നെ കോഴിക്കോട് വന്ന് ഞാൻ ഗിരിയെ കൂട്ടിക്കൊണ്ട് വന്നോളാം. ആണോ? താങ്ക് യു സുമി. താങ്ക് യു സോ മച്ച്. സന്തോഷായില്ലേ? ഹലോ അച്ഛമ്മേ. മോളെ, നീ കോഴിക്കോട് എത്തിയോ? എത്താറാവുന്നേ ഉള്ളൂ അച്ഛമ്മേ. ഒരു മണിക്കൂർ കൂടി എടുക്കും. തക്കുടു അവിടെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കായിരിക്കില്ലേ? നിനക്ക് ആകാശിനെയോ സ്നേഹയോ മറ്റോ കൂട്ടായിരുന്നില്ലേ? നീ ഒറ്റക്ക്. എന്റെ ഗിരിയെ ആ ജയിലറിയിൽ നിന്ന് മോചിപ്പിച്ചോണ്ട് വരാൻ ഞാൻ ഒറ്റയ്ക്ക് മതി അച്ഛമ്മേ. മോളെ, സൂക്ഷിച്ചു പോണേ. അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുകയും വേണം. പിന്നെ അവിടെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഹേയ്, ഒട്ടുമില്ല. നീ വീട്ടിലാണെന്നാണ് എല്ലാവരുടെയും വിചാരം. മോൾ എന്തായാലും പോയി അവനെ കൂട്ടിട്ട് വാ. അച്ഛമ്മയുടെ കാത്തിരിക്കുക. ശരി അച്ഛമ്മേ. ശരി മോളെ. സുമിത ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്വസ്ഥതയുണ്ട്. നേരാ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? സുമിത ഇപ്പൊ എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അവളുടെ വീട്ടിലും അല്ലാതെ അവിടെ. പിന്നെ ചിരി പുളിക്കും. അവളന്ന് കോഴിക്കോട് എത്തി. എന്തിന്? ഗിരിയേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ. അല്ലാതെ എന്തിനാ? സത്യമാണോ നീ പറയുന്നേ? അതേന്നെ. അച്ഛമ്മ അവളോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതെങ്ങനെയും തടഞ്ഞേ പറ്റൂ. ഞാൻ നമ്മുടെ കൊണ്ടോട്ടി ബീരാനെ ഒന്ന് വിളിക്കട്ടെ. ദയവ് ചെയ്ത് അമ്പ്യങ്ങൾ അവന്റെ പേര് പറയരുത്. അവൻ ഇതുവരെ ചെയ്തെല്ലാം കൊളാക്കിയിട്ടുള്ളൂ. എടാ, നമ്മൾ അവന് കൊടുത്ത് കാശ് മുതലാക്കണ്ടേ? ഒന്നും വേണ്ട. അതൊന്നും അല്ല ഇപ്പൊ പ്രധാനം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ മാഡം. എറണാകുളത്തുനിന്ന് ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്യോ, എന്താ മാഡം? ഗിരിയുടെ ഭാര്യ. അത്രേ ഉള്ളൂ. അവരിതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ? ഞാൻ അന്നേ അവരെ കൊണ്ട് ഈ പടി ചവിട്ടിച്ചിട്ടില്ല. അന്ന് വന്ന വരവല്ല ഈ വരവ്. അവൾ എന്തു വില കൊടുത്തും ഗിരി അവിടുന്ന് ഇറക്കാൻ ശ്രമിക്കും. സമ്മതിക്കരുത്. ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഒരു പേടിയും വേണ്ട മാഡം. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ. ഒരു കാരണവശാലും
അവരവിടെ വന്ന കാര്യം ഗിരിയേട്ടൻ അറിയാൻ പാടില്ല. ശരി സാർ, അതോർത്ത് ടെൻഷനൊന്നും വേണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. കൊടുക്കുന്ന കാശിനോട് നന്ദി കാണിക്കുന്നവനാ സുദേവൻ. അവൻ വേണ്ടത് ചെയ്തോളും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അവൾ ഇത്തവണയും വെറുതെ മടങ്ങേ ഉള്ളൂ. അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ആരാ? ഞാൻ എന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണാൻ വന്നതാ. അദ്ദേഹം ഇവിടെ ചികിത്സയിലാണ്. ചികിത്സ കഴിയാതെ ഇവിടുത്തെ പേഷ്യൻസിനെ ആർക്കും കാണാൻ അനുവാദമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നാടകം കളിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് നടക്കില്ല. മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാനാണ് ഞാൻ പറഞ്ഞത്. മാനേജർ പറയാതെ ആരെയും ഇതിനകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല മാഡം. വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പോവാൻ നോക്ക്. നിങ്ങൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ സന്ദർശകരെ തടഞ്ഞു വെച്ചിട്ട് ചികിത്സ നടത്താനൊന്നും നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാഡം. എന്റെ ജോലിയാ ഞാൻ ചെയ്യുന്നത്. മര്യാദയ്ക്ക് ഈ ഗേറ്റ് തുറക്കുന്നല്ലോ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. മാറങ്ങോട്ട്. ഏയ്, നിങ്ങളെന്താ എന്റെ വൈഫിനെ അകത്ത് കിടക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തിയിരിക്കണോ? സാറിന്റെ ചികിത്സ കഴിയുന്നവരെ ഇവിടെ സന്ദർശകർ അനുവദിക്കാൻ പറ്റില്ല. അതാണ് ആശുപത്രിയുടെ നിയമം. അത് സാറിന് മാത്രമായിട്ടേ ഇവിടെ തെറ്റിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഈ ആശുപത്രിയിലെ ചികിത്സ അങ്ങ് നിർത്തി. അപ്പോഴോ? അത് തീരുമാനിക്കേണ്ടതേ സാറല്ല, സാറിനോട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നവരാ. എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതേ ദേ ആ നിൽക്കുന്ന എന്റെ ഭാര്യയാണ്. ആശുപത്രി രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നതേ സാറിന്റെ അമ്മയാണ്, അനുരാധ മാഡം. അവര് പറയാതെ സാറിന് ഇവിടുന്ന് പുറത്തു വിടാൻ പറ്റില്ല. ഡോണ്ട് ഗിവ് മീ ദാറ്റ് ക്രാപ്പ്. 18 വയസ്സ് തികയാത്ത ഒരു മൈനർ ഒന്നും അല്ല ഞാൻ. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുത്തെ ചികിത്സ ഞാൻ അങ്ങ് നിർത്തി. ഞാനേ തിരിച്ചെന്റെ വീട്ടിലോട്ട് പോവാ. തടയാൻ പറ്റുമെങ്കിൽ താനൊക്കെ ഒന്ന് തടയേ. കാണട്ടെ. തുറക്കടോ ഗേറ്റ്. അതോ ഇനി തനിക്ക് ഞാൻ അതിനപേക്ഷ എഴുതി തരണോ? അത് നാച്ചുറോപ്പതി ഹോസ്പിറ്റലോ അതോ ജയിലോ? എന്നെ പോലെ സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരനോട് അവർ ഇതാണ് കാണിച്ചതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? എന്ത് ചികിത്സയാന്ന് പറഞ്ഞാലും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒന്നില്ലേ? സത്യം പറഞ്ഞാലേ ആ ഹോസ്പിറ്റലിനെതിരെ മെഡിക്കൽ കൗൺസിലിന് കംപ്ലൈന്റ് കൊടുക്കുക വേണ്ടത്. അങ്ങനെ ആശുപത്രിക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗിരി. ഗിരിയെ പോലെ ഒരാളെ അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിച്ചവരും ഒരേപോലെ കുറ്റക്കാരല്ലേ? ഗിരിയുടെ ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം വീട്ടിലിരുന്ന അമ്മയാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. സത്യം ഞാൻ പറഞ്ഞത്, അവിടെ മറ്റുള്ള പേഷ്യൻസിനൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. അവരെ കാണാൻ വരുന്ന സന്ദർശകരെ വിലക്കുകയോ ഫോൺ പിടിച്ച് വാങ്ങിയോ ഒന്നും ചെയ്യാറില്ല. ഇതിനു മുമ്പ് ഞാനും ആകാശും സ്നേഹയും ഗിരിനെ കാണാൻ വന്നപ്പോഴത്തേക്കും തടഞ്ഞതും ഗിരിയെ കാണാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചതൊക്കെ എല്ലാം അമ്മ പറഞ്ഞിട്ടാണ്. നീ എന്ത് മണ്ടത്തരാ സുമി പറയുന്നത്? നിന്നോട് ആരാ എങ്ങനെയൊക്കെ പറഞ്ഞത്?
അമ്മയെ പോലെ ഒരാള് വിളിച്ചു പറഞ്ഞാൽ തന്നെ ഉടനെ ആ താളത്തിന് തുള്ളാൻ നിൽക്കേണ്ടവരാണോ അവര്? എല്ലാ പേഷ്യന്റിനോടും അവരുടെ ബന്ധുക്കളോടുമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അതിന് വെറുതെ അമ്മയെ കുറ്റം പറയണ്ട. ഇത്രയും മോശപ്പെട്ട സ്ഥലമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ എന്തിനാ ഗിരിയെ നിർബന്ധിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയത്? മറ്റേതെങ്കിലും സ്ഥാപനത്തിലാക്കാമായിരുന്നില്ലേ? ഗിരി കുറച്ച് അനുഭവിക്കട്ടെ നമ്മെ വിചാരിച്ചിട്ടുണ്ടാവും. സുമി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എന്റെ നല്ലത് മാത്രമേ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ. എന്റെ ആരോഗ്യസ്ഥിതി നന്നാവാൻ വേണ്ടിയായിരിക്കും അമ്മ ഇത്രയും സ്ട്രിക്റ്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുത്തത്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് പറയാൻ? ശത്രുക്കളെയും മിത്രങ്ങളെയും ഇനിയും തിരിച്ചറിയാനായിട്ട് ഈ ഗിരിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. അതെ, ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റ് ഉണ്ടാവും, നിർത്തിക്കോ. നല്ല വിശപ്പുണ്ട്. വെയിറ്ററിനല്ലേ സാർ? അല്ല, നോൺ വെജ് മതി. ശരി സാർ. ആ, കുറച്ചു ദിവസം പട്ടിണി കിടന്ന എന്റെ ആർത്തി ആ മുഖത്ത് കാണാനുണ്ട്. അതെ, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് സുമി. കഴിക്കാൻ വരട്ടെ. അതിനു മുമ്പേ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ആ നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങിയെങ്കിലും ട്രീറ്റ്മെന്റ് നമ്മൾ മതിയാക്കിയിട്ടില്ല. ഗിരിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കോഴിക്കോട്ടേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു. വീട്ടിലെത്തിയിട്ടും നമ്മൾ ഗിരിയുടെ വെജിറ്റേറിയൻ ഡയറ്റ് തുടരും. എന്താ സുമി? ആ ഹോസ്പിറ്റലിൽ പോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഏതാണ്ട് അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും ഗിരി ഇനി അങ്ങോട്ട് പിന്തുടരാൻ പോകുന്നത്. ഓഹോ, അപ്പൊ ഇതൊക്കെയായിരുന്നോ സുമിയുടെ പ്ലാൻ? എങ്കിൽ പിന്നെ എന്തിനാ ഡിസ്ചാർജ് വാങ്ങിയത്? ഞാൻ ആ നരകത്തിൽ തന്നെ കഴിയുമായിരുന്നല്ലോ. ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ പൊന്നെ. ഒരു മേജർ അറ്റാക്ക് വന്ന ആളാണ് ഗിരി. ഇനി അങ്ങോട്ട് ഭക്ഷണത്തിലും വ്യായാമത്തിലും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലേ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ശരി, ഞാനിതൊന്നും കഴിക്കുന്നില്ല. നീ എനിക്ക് പാവയ്ക്ക ജ്യൂസ് പറ, അതും കഴിച്ചിട്ട് പോവാം. ഓ, അപ്പോഴേക്കും പിണങ്ങോ? ഗിരി, ഇതൊക്കെ ഗിരിക്ക് കഴിക്കാൻ വേണ്ടി തന്നെ വാങ്ങിയതാ. ഇതൊക്കെ നല്ല സന്തോഷത്തോടെ കഴിക്കുകയും വേണം. പക്ഷേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. നാളെ മുതല് ഈ മെനു ഒന്നും ഗിരിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പോകുന്നില്ല. ഇന്ന് വെച്ചേ നാളെ മുതല് പാവയ്ക്ക ജ്യൂസും കഞ്ഞിവെള്ളമൊന്നും മാത്രമല്ല, നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. ഭക്ഷണത്തിനോട് ഗിരിക്ക് ഒട്ടും മടുപ്പ് വരാത്ത രീതിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നോളാം. പോരെ? കുറച്ച് തടിയൊക്കെ കുറച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കഴിഞ്ഞാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴിക്കാലോ. ശരി, സമ്മതിച്ചു. ഇനി അങ്ങോട്ട് സുമി പറയുന്നത് പോലെ പോരെ? കഴിക്കും. കണ്ടിന്യൂ. ആഹാ, ഇപ്പോഴാണ് ഈ മുഖം ശരിക്കും ഒന്ന് തെളിഞ്ഞത്. അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒക്കെ ഇതൊരു ഗംഭീര സർപ്രൈസ് ആയിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? ഒരു നല്ല കാര്യത്തിന് കൊണ്ടുവിട്ടിട്ട് എല്ലാം ഇട്ടെറിഞ്ഞിങ്ങി പോരാൻ എന്താ കാരണമെന്നാ ചോദിച്ചേ. എന്റെ തക്കടു മോനെ, നീ വന്നടാ. സന്തോഷായി എനിക്ക്. എത്ര കാലായി നിന്നെ ഒരു നോക്ക് കാണാൻ. ഒത്തിരി കൊതിച്ചുപോയി അച്ഛമ്മ. എന്ത് കണ്ടിട്ടാ അമ്മ അവനെ ഇങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നേ? ചികിത്സ പാതി വഴിയില്ലേ മതിയാക്കിയിട്ടാവും വന്നിരിക്കുന്നേ.
ആണോ മോളെ? അച്ഛമ്മ അങ്ങനെ ചോദിച്ചാ അതെ. പക്ഷെ ഒരു പക്ഷേയുമില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ സുമിത ചെയ്തേ. സ്വന്തം ഭർത്താവ് നന്നാവണമെന്നും ആരോഗ്യത്തോടെ ജീവിക്കണമെന്നും ഒരു തരിയെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവളിത് ചെയ്യുമായിരുന്നു അമ്മേ. എത്ര കഷ്ടപ്പെട്ടാ നമ്മള് ഗിരി അവിടെ കൊണ്ടാക്കിയത്. എന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കൂട്ടിക്കൊണ്ടുവരുമ്പോ അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? വെറുതെ തെറ്റിദ്ധരിക്കണ്ട. സുമിതയല്ല എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവൾ എന്നെ കൂട്ടാൻ വന്നത്. ഇനി അവിടെ നിന്ന് അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നിയില്ല അമ്മേ. ഏട്ടൻ ഒരു വിധത്തിലൊന്ന് പൊരുത്തപ്പെട്ട് വന്നതായിരുന്നില്ലേ അവിടെ? പിന്നെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഏടത്തി തന്നെയായിരിക്കും ഗിരിയേട്ടന്റെ മനസ്സ് മാറ്റിയെടുത്തത്. കാര്യങ്ങൾ അറിയാതെ ഓരോന്നും പറയല്ലേ. നിങ്ങള് അന്ന് എന്നെ അവിടെ വിട്ടിട്ട് പോരുമ്പോഴുള്ള അവസ്ഥയായിരുന്നില്ല പിന്നീട്. മനുഷ്യനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ. എന്റെ ഫോൺ വരെ അച്ഛമ്മ അവർ പിടിച്ചു വെച്ചു. ഞാൻ എന്താ ഇള്ള കുട്ടിയോ? എനിക്ക് എന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കണ്ടേ? അത്യാവശ്യം വന്ന വീട്ടിലേക്ക് എല്ലാരെയും വിളിക്കണ്ടേ? അതും പോരാഞ്ഞ് സന്ദർശകരെ അനുവദിക്കില്ല അത്രേ. ഓ, ഇത്രയൊക്കെ കർശന നിയന്ത്രണത്തിലാണോ അവിടുത്തെ കാര്യങ്ങൾ? അതെ. തടി കുറക്കാൻ പ്രകൃതി ചികിത്സക്ക് പോയതല്ലേ അവൻ, അല്ലാതെ ഭ്രാന്തിന്റെ ചികിത്സക്ക് പോയതൊന്നുമല്ലല്ലോ. ഇങ്ങനെ അങ്ങ് ചങ്ങലക്കിടാൻ. സത്യം അച്ഛമ്മേ, അക്ഷരാർത്ഥത്തിൽ ചങ്ങല കിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ആയിരുന്നു. സന്തോഷത്തോടെയും നല്ല മനസ്സോടെയും ചെയ്യുന്ന ട്രീറ്റ്മെന്റിനല്ലേ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ടും മനസ്സുരുകയും ഗിരി അവിടെ കഴിഞ്ഞാൽ ഇല്ലാത്ത ഓരോ അസുഖങ്ങളും കൂടി വരികയുള്ളൂ. അത്രയും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഗിരി അവിടെ. അതുകൊണ്ട് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാനൊന്നും ആലോചിക്കാതെ പോയത്. എന്റെ മോളെ, അത് നന്നായി. അങ്ങനെ മനപ്രയാസപ്പെട്ടിട്ടൊന്നും എന്റെ തക്കളുവിന്റെ തടി കുറക്കണ്ട. ആ കൊള്ളാം. ഇനി അമ്മയും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്തു. ഈ തടി കാരണോ അവന് ഹാർട്ട് അറ്റാക്ക് വന്നേ, അതാരും മറക്കണ്ട. ഓ, അപ്പോ തടികാരനാണ് അവൻ അറ്റാക്ക് വന്നതെന്ന് ഒടുവിൽ സമ്മതിച്ചു അല്ലേ? അല്ല, അന്ന് നീ പറഞ്ഞതെന്താണ്? സുമിത അവന് മനസമാധാനം കൊടുക്കാത്തോണ്ടാണ്, അതുകൊണ്ടെന്നല്ലേ? അച്ഛമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഗിരിയേട്ടന്റെ തടി കുറഞ്ഞാലേ ആരോഗ്യം നന്നാകൂ. ഇത്തിരി കഷ്ടപ്പെടാതെ ഈ പൊണ്ണത്തടി ഒട്ട് കുറയാനും പോകുന്നില്ല. ഗിരിയ നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് പോന്നെങ്കിലും ഗിരിയുടെ ദിനചര്യകൾക്കോ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഡയറ്റിനോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഗിരിയുടെ ആരോഗ്യകാര്യങ്ങളിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്ഷണക്രമങ്ങളും വ്യായാമവും എല്ലാം നമ്മൾ ഇവിടെയും തുടരും, അല്ലേ ഗിരി? പിന്നല്ലാതെ. അവിടത്തേക്കാൾ സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും തന്നെ തുടരും. അത് മതി മോളെ. എന്നാ പിന്നെ വന്ന കാലം നിൽക്കാതെ എന്റെ മക്കളെ അകത്തോട്ട് ചെല്ല്. വാ, ചെല്ലേ മക്കൾ ചെല്ല്. ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആ ബീരാനെ കൊണ്ട് സുമിതയുടെ യാത്ര തടയിക്കുന്നതാ നല്ലതെന്ന്. അതെങ്ങനെ? വിനാശകാലേ വിപരീത ബുദ്ധിന്നല്ലേ? എന്റെ അങ്കളെ, ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കാതെ ഒരു പരിഹാരം എന്താന്ന് ആലോചിക്കേ. ആ ഫോൺ അവന്റെ കയ്യിൽ കിട്ടിയതാ പണി പാളാൻ കാരണം. നമ്മൾ കണക്ക് കൂട്ടിയതിനും ഒരു മുഴം മുന്നേ കൂട്ടിയാ അവരെറിഞ്ഞത്. ഗിരിയും സുമിതയും കൂടി നേരത്തെ എല്ലാം പറഞ്ഞുറപ്പിച്ച ഇങ്ങനൊരു നാടകം നടത്തിയെന്നുള്ള കാര്യം ഉറപ്പാ. ആ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. വാട്ട് ഈസ് നെക്സ്റ്റ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന സമയത്തിനുള്ളിൽ സുമിത ഗിരിയന്റെ ചെവി തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ദുഷിച്ചിരിക്കും. നീ പറയുന്നത് കേട്ടാ തോന്നും സുമിത ഇതിനു മുമ്പ് നമ്മളെ പറ്റി പരദൂഷണം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഓടിയൊന്നും പറയാനുള്ളത് മുഴുവൻ അവള് പറയട്ടെ. മാക്സിമം പോയ എന്തു പറയും? ഗിരിയെ കോഴിക്കോടുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാ അത് ചെയ്തത്? ഗിരിയുടെ ആരോഗ്യം നന്നാവാൻ, ഭാവിയിൽ ഗിരിക്ക് അറ്റാക്ക് വരാതിരിക്കാൻ. അപ്പൊ നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ?
അതിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ലേ സുമിത ഇപ്പൊ ചെയ്തത്?